CPM-ന്റെ രാഷ്ട്രീയ അടിത്തറ എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ സംഘപരിവാറിനോടുള്ള ശക്തമായ എതിരേറ്റ പോരാട്ടം. ആ സംഘപരിവാറിനോട് ശക്തമായ എതിർപ്പ് നിലനിർത്തുന്ന ഒരു CPM, ഒരു ഇടതുപക്ഷം, ഒരു സർക്കാർ, ആ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ RSSന്റെ പ്രമുഖരായ 2 നേതാക്കളെ സന്ദർശിച്ചിട്ട് രാഷ്ട്രീയമായിട്ടൊരു തെറ്റല്ല എന്ന് CPM ഇപ്പോഴും ബോധ്യപ്പെടുന്നില്ലേ? CPM-ന് ഈ പല ആൾക്കാരും കണ്ടുപോകും, പോലീസുകാർ കണ്ടിട്ടുണ്ടാവും. CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാ കാലത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങളാണല്ലോ ചെയ്യുക, അങ്ങനെയാണ്. ബാക്കിയുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ബാധകമായ കാര്യമല്ലാതെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ സംബന്ധിച്ച് പരിശോധനകൾ നടക്കില്ലേ, ഗവൺമെന്റ് നടത്തില്ലേ, അതിന്റെ അത് അല്ല. നിങ്ങളെന്തിനാ ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ RSS കണ്ടു എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM-ന് ആയിരിക്കുന്ന മുഖ്യമന്ത്രിയോട് എന്താണ് ഈ കാര്യത്തിൽ വിശദീകരണം ചോദിക്കാൻ പോലും കഴിയുന്നില്ല? സുഹൃത്തെ, നിങ്ങളുടെ നല്ല ഓർമ്മയുള്ള ആളാണ് നിങ്ങൾ, വളരെ ഇൻ്റലിജൻ്റ് ആയ ഒരാളാണ് നിങ്ങൾ, വളരെ IQ ലെവലുള്ള ഒരാളാണ്. ഈ സംഭവം നടന്നത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 10-16 മാസം മുമ്പാണ്. അത് നിങ്ങൾ മറക്കരുത്. അത് മറക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ മറക്കണ്ടാന്ന്. നിങ്ങൾ ഇത്രയും IQ ലെവലിലുള്ള നിങ്ങൾ ഇത്രയും കാലം ഈ ചോദ്യം ആരോടും ചോദിച്ചിട്ടില്ല. ഇതിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതെല്ലാം സംബന്ധിച്ചുള്ള വളരെ വ്യക്തതയോടുകൂടിയാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ നമ്മുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയോട് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾ പോലീസുകാരെ ചുമതലപ്പെടുത്താറില്ല എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി അതിന് പിന്നെ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ വ്യവസ്ഥാപിതമായ അന്വേഷണങ്ങൾ, കാര്യങ്ങൾ, പരിശോധനകൾ കിടക്കുന്നുണ്ടോ, അതവിടെ നടക്കുന്നുണ്ടാവും. അത് ഡൈവേർട്ട് ചെയ്യേണ്ട ഒരു കാര്യം വരുമ്പോൾ അതപ്പം പറഞ്ഞോളൂ. സംസ്ഥാന മുഖ്യമന്ത്രിയും ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ചാണ് അൻവർ ഇത് ഉന്നയിച്ചത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് ഞാനൊന്ന് പറയട്ടെ, ഉത്തരം വേണ്ടേ? അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വെറുതെ ആയതല്ല, CPIM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചായതാണ്. 1. 2, അദ്ദേഹം CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. കേൾക്കൂ, ഞങ്ങളുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എപ്പോഴും ഉറപ്പാണ്. എന്ത്? തെറ്റായ സമീപനം സ്വീകരിക്കില്ല. അയാൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, ഞാനും CPM-ന്റെ പറയട്ടേന്ന്. ഞാനൊന്ന് പറയട്ടെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങളിത് പറയേണ്ടതാണോ? അല്ല. അപ്പോൾ CPM-ന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പാർട്ടി ഏൽപ്പിച്ച ഒരു ചുമതലയിൽ നിന്ന് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കില്ല. അത് പരിശോധിക്കാനുള്ള സംവിധാനം പാർട്ടിക്കകത്ത്